ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വർത്താനൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെയാണ് കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടുക്കാച്ചി ചിക്കൻ വരട്ടിയതും കൊണ്ടാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയണം. പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കാം. എന്നാൽ ശരി, ഒട്ടും തന്നെ സമയം കളയാതെ നമ്മൾക്ക് വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടു നോക്കിയാൽ എന്നാവാ. നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അതിനു വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു വെളിച്ചെണ്ണൻ്റെ ബ്രാൻഡ് പറഞ്ഞുതരാം. യൂറാനോൺസിൻ്റെ നല്ല അടിപൊളി വെളിച്ചെണ്ണയാണ് ഇത് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് കറി ഉണ്ടാക്കുന്നത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, അതേപോലെ ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും, അതേപോലെ തന്നെ നമ്മളെ പെരുംജീരകത്തിൻ്റെ പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട്, പെരുംജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ, അതേപോലെ കുരുമുളകിൻ്റെ പൊടി 3/4 ടീസ്പൂൺ എല്ലാം കൂടി ചേർത്തിട്ട് തന്നെ ഞാൻ നമ്മളെ വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ തന്നെ ഇതൊന്ന് വറുത്തെടുക്കുക. അതിൻ്റെ പച്ചമണക്കം മാറിക്കഴിഞ്ഞാൽ ഞാൻ 3 തക്കാളിയാണ് കേട്ടോ. 3 തക്കാളി ചെറിയ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ പേസ്റ്റാക്കി രൂപത്തിൽ അരച്ച് ആ മുളക് പൊടിയും അതേപോലെ തക്കാളിൻ്റെ പച്ചമണവും ഇതൊക്കെ പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വാട്ടിയിട്ടെടുക്കണം. നല്ലതുപോലെ വാട്ടി നമ്മൾ തക്കാളിൻ്റെ ഒക്കെ വാടിക്കഴിഞ്ഞ് തക്കാളിൻ്റെ പച്ച ചുവയൊക്കെ പോയി കഴിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അത് നല്ലതുപോലെ തന്നെ അതിൽ നല്ലത് മിക്സ് ആക്കിയിട്ട് വാട്ടിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചച്ചുവ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ഞാനൊരു 3/4 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചിക്കൻ്റെ കഷ്ണം ഒരു മീഡിയം സൈസായിട്ട് നമ്മൾ കറി പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. അതും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടൊക്കെ എടുക്കണം. ഇളക്കി എന്താ പറയുക, നമ്മളെ മുളകും അതേപോലെ തന്നെ ചിക്കനും ഒക്കെ ഇട്ട് നല്ലതുപോലെ തന്നെ ഇതേപോലെ മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ആ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് തന്നെ നമ്മൾക്കിത് ഒരു 1-2 തവണയായിട്ട് നല്ലതുപോലെ ഇതേപോലെ ഇളക്കി കൊടുക്കാൻ നോക്കണം. ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ചിക്കനും അതിൽ കിടന്ന് മസാലകളൊക്കെ നല്ലതുപോലെ വരണ്ട് വരണം. അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് ഇത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ കൂടുതൽ മസാലകളും സാധനങ്ങളും ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അതിലേക്ക് ഒരു 2 പച്ചമുളക് നടുകേക്ക് കീറിയത് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നൊരു കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇത് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാൽ കിടന്നിട്ട് തന്നെ ഈ ചിക്കൻ വെന്തിട്ട് തേങ്ങാപ്പാലും ചിക്കനും വറ്റിയിട്ട് വരണം. എൻ്റെ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഈ വീഡിയോ എടുക്കുമ്പോൾ പുറത്തുള്ള വെളിച്ചത്തിലാണ് ഞാൻ എടുക്കുന്നത്. അതാണ് വീഡിയോ ഇങ്ങനെ ഒരു കേളറ്റിൽ ഒരു ഇതായി തോന്നുന്നു. എനിക്ക് തന്നെ അത് തോന്നുന്നുണ്ട്. സോറി കേട്ടോ. ഇനി നമ്മൾ ആ ചിക്കനൊക്കെ ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ വറ്റി വരുമ്പോൾ ഞാനൊരു 2 വലിയ ഉള്ളി ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉള്ളി കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് കംപ്ലീറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കാഷ്നട്ടും അതേപോലെ തന്നെ 1 ടീസ്പൂൺ കിസ്മിസ് മുന്തിരിയും ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് വരട്ടിയെടുക്കുക. നമ്മളെ കറിയൊക്കെ നല്ലതുപോലെ തന്നെ വറ്റിയിട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് നോക്കിയത്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ടാവും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോ വളരെ ടെൻഷനായിരുന്നു കറണ്ട് ഇല്ലാത്തത് കൊണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരണം, സപ്പോർട്ട് തരണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചപ്പാത്തി പൊറോട്ടയ്ക്കെല്ലാം പറ്റിയ കറിയാണിത്. എന്നാൽ ശരി, വീണ്ടും കാണാം. അസ്സലാമലൈക്കും. താങ്ക് യു.